ഒരു കഴമ്പും അല്ലെങ്കിൽ ഒരു സത്യവും അതിനകത്ത് അവശേഷിക്കുന്നില്ല. അതിനകത്ത് വിഷ്ണുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ആ ഫണ്ടിൻ്റെ ഒരു ഭാഗം അവർക്ക് കൈമാറിയിരുന്നു, ഒരു ഭാഗം ബാങ്കിൽ സൂക്ഷിച്ചു. അതെന്തിനാണ് സൂക്ഷിച്ചതെന്ന് ചോദിച്ചാൽ, ഈ സംഭവത്തിന് ശേഷം ഒരു കൗണ്ടർ പ്രശ്നം നടന്നു, മറ്റൊരു പ്രശ്നം നടന്നു. അത് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. അതിൻ്റെ കേസ് നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ആ പണം നമ്മൾ ബാങ്കിലിട്ടിരുന്നത്. ആ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി കമ്മിറ്റി അറിയാതെ അഡ്വക്കേറ്റന്മാർക്ക് ഈ പണം കൈമാറി. അതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചാർജ്. അല്ലാതെ ഈ പണം എടുത്തുകൊണ്ട് പോയി ചെലവഴിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നതല്ല. നമ്മൾ കേസ് നടത്താൻ വേണ്ടിയിട്ടിരുന്ന പണം പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യാതെ ചില പർട്ടിക്കുലർ അഡ്വക്കേറ്റന്മാർക്ക് ആ പണം കൈമാറി എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ള കാര്യം. അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിൽ 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു നടപടി സ്വീകരിച്ചിരുന്നു. പക്ഷെ അയാൾ ആ സമയത്തും CITU ഹെഡ് ലോഡിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. അത് തുടരുകയാണ് ചെയ്തത്. പുതിയ ഒരു സ്ഥാനം അയാൾക്ക് കൊടുത്തിട്ടില്ല. പാർട്ടിയിൽ ഇപ്പോഴും ഒരു സ്ഥാനവും നമ്മൾ നൽകിയിട്ടില്ല.